പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തെ വിമർശിച്ചതിന് ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്ത ശർമിഷ്ഠ പനോളിക്ക് കൽക്കട്ട ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. അന്വേഷണവുമായി സഹകരിക്കണമെന്നും രാജ്യം വിട്ടുപോകരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉചിതമായ പോലീസ് സംരക്ഷണം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപിക, ബംഗാൾ പോലീസാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് യൂട്യൂബറും നിയമ വിദ്യാർത്ഥിയുമായിട്ടുള്ള ശർമിഷ്ഠ പനോലിയെ ഗുരുഗ്രാമിലെത്തിക്കൊണ്ട് ഹരിയാനയിലെ ഗുരുഗ്രാമിലെത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്തത്. അത് വലിയ വിവാദമാവുകയും വിവിധ ആളുകൾ, കങ്കണ റണൌത്ത് MP ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇസ്ലാമിക ഭീകരവാദത്തെ എതിർക്കേണ്ടതാണെന്നും അത്തരത്തിൽ എതിർത്ത് സംസാരിച്ചതിൻ്റെ പേരിൽ നടന്നിട്ടുള്ള അറസ്റ്റ് അനാവശ്യമാണെന്നും ശർമിഷ്ഠ പനോലിയെ മോചിപ്പിക്കണം എന്നുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു. വലിയ വിവാദമായിട്ടുള്ള കേസാണ്. ആ കേസിലാണ് നിലവിൽ ശർമിഷ്ഠ പനോലിക്ക് ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. അത് ഒന്ന്, ഇന്ത്യ വിട്ട്, രാജ്യം വിട്ട് പുറത്തു പോകരുത്, ഒപ്പം അന്വേഷണത്തോട് സഹകരിക്കണം തുടങ്ങിയിട്ടുള്ള ഉപാധികളോടെയാണ് ശർമിഷ്ഠ പനോലിക്ക് കൊൽക്കത്ത ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഒപ്പം ജാമ്യം അനുവദിക്കുന്നതോടൊപ്പം തന്നെ പോലീസിനോട് ഉചിതമായ സംരക്ഷണം ശർമിഷ്ഠ പനോലിക്ക് നൽകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം മുൻപ് ഈ കേസ് പരിഗണിക്കവേ ശർമിഷ്ഠ പനോലിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത് ഒരു ഭീകരവാദിയോട് പെരുമാറുന്നത് പോലെയാണ് ബംഗാൾ പോലീസ് പോലും ശർമിഷ്ഠയോട് പെരുമാറുന്നത് എന്നൊരു വാദം എന്ന കാര്യം ശർമിഷ്ഠയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഉചിതമായ സംരക്ഷണം നൽകാൻ, സുരക്ഷ നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ളൊരു വീഡിയോയിലായിരുന്നു ശർമിഷ്ഠ പനോലി ചില പ്രതികരണങ്ങൾ നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനം, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ബോളിവുഡ് താരങ്ങൾ നിശബ്ദത പാലിക്കുകയാണ്, അവർക്ക് രാജ്യത്തോട് യാതൊരു തരത്തിലുമുള്ള ഉത്തരവാദിത്വമില്ല എന്ന വലിയ ചോദ്യം ശർമിഷ്ഠ പനോലി അവരുടെ വീഡിയോയിൽ ഉയർത്തിയിരുന്നു. പിന്നീടൊന്ന്, സ്വർഗത്തിലിരിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വർഗത്തിൽ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അക്രമം നടത്തുന്നവരാണ് ഇസ്ലാമിക ഭീകരവാദികൾ എന്ന വ്യക്തമായ കാര്യവും ഈ വീഡിയോയിൽ ശർമിഷ്ഠ പനോലി നടത്തിയിരുന്നു. ഇതിനെതിരെയാണ് ബംഗാൾ പോലീസ് ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും അപകീർത്തിപ്പെടുത്തി എന്ന് കുറ്റം ചുമത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മതവികാരം വ്രണപ്പെടുത്തി എന്ന കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ശർമിഷ്ഠ പനോലിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ അറസ്റ്റ് നടപടികൾക്ക് മുൻപേ ഇത്തരത്തിലുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ ആ വിവാദപരമായിട്ടുള്ള വീഡിയോ ശർമിഷ്ഠ നീക്കം ചെയ്യുകയും ഇസ്ലാമിക ഭീകരവാദത്തെ എതിർക്കാനാണ് താൻ ശ്രമിച്ചത് എന്ന വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ബംഗാൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മതവികാരം വ്രണപ്പെടുത്തി എന്ന് FIR രേഖപ്പെടുത്തിക്കൊണ്ട് ഹരിയാനയിൽ ഗുരുഗ്രാമിലെത്തിക്കൊണ്ടാണ് ശർമിഷ്ഠയെ അറസ്റ്റ് ചെയ്തത്. ഒപ്പം ഈ ശർമിഷ്ഠയ്ക്കെതിരെ പരാതി നൽകിയിട്ടുള്ള വജാഹത്ത് ഖാൻ എന്നയാളെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനില്ല എന്നൊരു റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഈ വജാഹത്ത് ഖാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഹിന്ദു ദേവതകൾക്കെതിരെയും ഹൈന്ദവ സംസ്കാരത്തെയും അവഹേളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളും പോസ്റ്റുകളുമെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഇസ്ലാമിക ഭീകരവാദം അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളെയാണ് ശർമിഷ്ഠ പനോളിക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതി അംഗീകരിച്ചുകൊണ്ടാണ് മതവികാരം വ്രണപ്പെടുത്തിയെന്ന് FIR ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശർമിഷ്ഠയെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോഴേതായാലും കൊൽക്കത്ത ഹൈക്കോടതി ഇടക്കാല ജാമ്യം നൽകിയിരിക്കുകയാണ്. ഉപാധികളോടെയാണ് ജാമ്യം. രാജ്യം വിട്ട് പുറത്തു പോകരുത്, അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഉചിതമായ സുരക്ഷ നൽകാനും പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ദേവിക. ശരി ജിഷ്ണു.